ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെയിം അപ്ഡേറ്റ്സ് ആണ്. സോ റീസെന്റ് നമ്മുടെ പബ്ജി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ ഗെയിമിൽ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോഡ് ആൻഡ് പ്ലേ. ആക്ച്വലി ഗൈസ് പബ്ജിയുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഗെയിം ഡെവലപ്മെന്റ് പഠിക്കുന്ന ചാനലാണ്. സോ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ ഈ കാണുന്ന അപ്ഡേറ്റ്സിലെ ഓരോ ഫീച്ചേഴ്സും, ഈ പബ്ജിയിലെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ചാനലിൽ കയറി വിസിറ്റ് ചെയ്യുക. ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ പബ്ജിയിലെ ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അങ്ങ് ദൂരെയാണ് ഇവന്റ്. സോ പറന്നിറങ്ങി നമ്മൾ ഇവിടെ ഇങ്ങനെ മാറിയിട്ടാണ്. സോ ഫസ്റ്റ് നമുക്കൊരു ബൈക്ക് എടുക്കാം. ബൈക്ക് എടുത്തിട്ട് നേരെ ഇവന്റിലേക്ക്. സോ ബൈക്ക് കൊണ്ട് പോരാ, ഒരു കാർ നോക്കട്ടെ. കാർ കിട്ടിയതും പോരാ, നമുക്കൊരു ലൂട്ട്സ് കുറച്ചും കൂടി വേണം. ലൂട്ട്സ് കുറച്ച് കളക്ട് ചെയ്യുക. ആവശ്യത്തിനുള്ള ലൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് നേരെ കാർ എടുക്കുക, പറന്നങ്ങോട്ട് പോവുക. കോട്ടയങ്ങോട്ട് അതുപോലെ പെട്ടെന്ന് പോകണം. പെട്ടെന്ന് പോയിട്ട് ഞാൻ കാണിച്ച ലൂട്ട് അവിടുത്തെ ഇവൻറ്റിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അങ്ങനെ ഇവന്റിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ ടെലിപ്പോർട്ടാണ്. സോ ഗൈസ്, ടെലിപ്പോർട്ടിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുന്നു. ദിസ് ഈസ് ടെലിപ്പോർട്ട്. സോ അതിൻ്റെ അകത്ത് കയറി നിൽക്കുക, ടെലിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മൾ അതിൻ്റെ അത് എൻ്റർ ആവുന്നതാണ്. വേറെ വഴിയൊന്നുമില്ല, ടെലിപ്പോർട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. തൊട്ടതായത് ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ അടുത്ത് നമുക്ക് കുറച്ച് ലൂട്ടും കൂടി വേണം. ലൂട്ടും കൂടി കുറച്ച് എടുക്കുക. അടുത്ത ക്രേറ്റ് ഉണ്ട്, ക്രേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ പബ്ജിയിലെ ഓരോ സംഭവം നമ്മൾ യൂണിറ്റിയിൽ ചെയ്ത് നോക്കുന്നതാണ്. ഇതാണ് കഫിൻ ബോക്സ്. കഫിൻ ബോക്സിൻ്റെ അത് നമുക്ക് കയറി നിൽക്കാം. കയറി നിന്നിട്ട് എനിമി വരുമ്പോൾ ചാടി ഇറങ്ങിയിട്ട് എനിമിയെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഷൂട്ട് ചെയ്ത് സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റും. സോ ഇങ്ങനെ കയറുക, തന്നെ അടയും. എന്നിട്ട് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ അടുത്തുണ്ടെന്ന് അറിയില്ല. എന്നിട്ട് ലീവ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ബോക്സ് പൊട്ടിപ്പോവും. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് റീയൂസ് ഇല്ല. അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ബോക്സ് കാണുവാണെങ്കിൽ എനിമി ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഒന്നും നോക്കണ്ട, ചുമ്മാ അങ്ങ് ചെറുപറ വെടി വെച്ച് അതങ്ങ് പൊട്ടിച്ചേക്കണം. ഇതുപോലെ അത്രേ ഉള്ളൂ. അവനെ അപ്പോൾ ഉണ്ടെങ്കിൽ അവനെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റും. സോ അടുത്ത് നമുക്ക് മെയിൻ ബോക്സ് നമുക്ക് നോക്കാം. കുറച്ച് ലൂട്ട് എടുത്ത് മെയിൻ ബോക്സ് നോക്കാം. പക്ഷേ സമയമായിട്ടില്ല. ലൂട്ടും കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം കുറച്ച് കഴിയുമ്പോഴത്തേനെ. ഓക്കെ, ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആയിട്ടുണ്ട്. നമുക്ക് അത് മെയിൻ ക്രേറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് റീകോളും പിന്നെ നമുക്ക് സെൽഫ് ഹീലിങ്ങും ലെവൽ 3 ബാഗും ഹെൽമെറ്റും എല്ലാം നമുക്ക് ഇതിൻ്റെ അത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താ ആ വൂൾഫ് ആകാനും നമുക്ക് ചിറക് വരാനുള്ള സംഭവം എല്ലാം ഡാർക്ക് ഡെത്ത് എക്സ്ട്രാക്ട് അങ്ങനെ കണ്ടാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് അത് തന്നെ ചെയ്ത് നോക്കാം. ഏതാ നമ്മുടെ ചിറക് വരുന്നത് എന്തായിരുന്നു അതിൻ്റെ പേരെന്ന് വിട്ടുപോയി. ഡാർക്ക് ഡെത്ത് എക്സ്ട്രാക്ട്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വിഷ്വലൊക്കെ അടിപൊളിയാണ്. നല്ല രസമുണ്ട്. ഇതിൽ നമുക്ക് കോസ്റ്റ്യൂമിൽ നമുക്ക് കാണാൻ നല്ല രസം. കയ്യിലൊരു പർപ്പിൾ കളർ ഒരു ബോൾ പോലെ സംഭവം, അത് എടുക്കുമ്പോൾ നമുക്ക് എറിയുമ്പോഴത്തേന് എനിമിയുടെ ഹെൽത്ത് ഡൗൺ ആകുന്നതാണ്. ഓക്കെ, ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല. പക്ഷേ ഇതിലിപ്പോൾ നോക്കിയിട്ട് ഞാനിപ്പോൾ അങ്ങ് സോണിൻ്റെ ഒത്തിരി വെളിയിലാണ്. ഇതിന് മാക്സിമം സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതായിരുന്നു. കുറച്ച് മുമ്പ് കണ്ടാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ കൂട്ടിയിട്ട് എന്തായാലും അത് മാറ്റിയിട്ട് നമുക്ക് ഹീൽ ചെയ്തിട്ട് നമുക്ക് വൂൾഫായിട്ട് പോവാം. വൂൾഫിനുള്ളത് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. വൂൾഫ് ആവുന്നതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഓക്കെ, വൂൾഫായി മാറിയിട്ടുണ്ട്. ഓക്കെ, വൂൾഫിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ആയിട്ട് നോക്കിയപ്പോൾ നല്ല സ്പീഡിൽ പോകും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സിക്സ് ആയി രീതിയിൽ നമുക്ക് ചാടി പോകാൻ പറ്റും. സോ ദാറ്റ്സ് അമേസിങ് മാൻ. ഓക്കെ, ജസ്റ്റ് നമുക്ക് വൂൾഫ് അറ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ വന്നിട്ട് നമുക്കിത് കാണിച്ചു തരാം. ഇതാണ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കും. ഇനി അടുത്ത അറ്റാക്കിങ് ചെയ്യാൻ വേണ്ടിയുള്ള നമുക്ക് പറ്റത്തുള്ളൂ. സോ അതൊരു ഡിഫോൾട്ടായിട്ട് വൂൾഫിന് ഞാൻ കാണുന്നുണ്ട്. സോ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായിട്ട് മാറുക, മനുഷ്യനായിട്ട് മാറിയിട്ട് നമ്മുടെ പ്ലെയറായിട്ട് മാറിയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വണ്ട ഒന്ന് വലിഞ്ഞു കയറി നോക്കാം. വൂൾഫിന് വലിഞ്ഞു കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് വലിഞ്ഞു കയറി നോക്കാം. ഓക്കെ, ഇപ്പോൾ സൈഡ് ഇവിടെ നമുക്ക് കാണാനുണ്ട് എന്തുമാത്രം നമുക്ക് വലിഞ്ഞു കയറാൻ പറ്റും അതിൻ്റെ ഹെൽത്തൊക്കെ. സോ ഇനി നമുക്ക് നേരെ മാറുക. ഇതായിട്ട് നമ്മൾ മാറിയിട്ട് നമുക്ക് പോക്കെടുത്തിട്ട്
വെടിവെക്കാൻ പറ്റത്തുള്ളൂ. സോ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ടീമേറ്റും സെയിം വൂൾഫായിട്ട് വന്നിരിക്കണം. എന്നാൽ പിന്നെ അവനായിട്ടൊരു മാച്ച് റൺ റേസ് പോലെ നമുക്ക് ചുമ്മാ ജസ്റ്റ് നോക്കിയാലോ ഒന്ന്, അല്ലെങ്കിൽ എനിമയെ കുട്ടിയെ പോലെ ആലോചിച്ച് ഞാനും മാറിയിട്ടുണ്ട്. സോ ഞങ്ങൾ വേറെ രണ്ടുപേരും അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഓക്കെ, ലെറ്റ്സ് ജംപ്. നമുക്ക് നോക്കാം. ജസ്റ്റ് റണ്ണാണ്. പക്ഷെ അപ്പം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു, അവൻ ഓടിയപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് ഡസ്റ്റിൻ്റെ ഇത് പാർട്ടിക്കിൾ സിസ്റ്റംസ്, അത് അമേസിങ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ഇവൻറ്റിൽ നിന്നല്ലാതെ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഈ വൂൾഫായി മാറാനുള്ള സിറിഞ്ചും അല്ല ഇൻജക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും. മറ്റേ സബായിട്ടുള്ള ഇവൻ്റ് ഇല്ല, അവിടെ ചെല്ലുക. അവിടെ 4 വൂൾഫിൻ്റെ സ്റ്റാച്ചു ഉണ്ട്, അതുപോലെ 4 സോളും ഉണ്ട്. ആ സോളിനെ അതിൻ്റെതായ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കണം. അത് എത്തിക്കുന്ന വെച്ചാൽ ഒരെണ്ണം എത്തിച്ചു കഴിഞ്ഞു നമ്മൾ ആ വൂൾഫിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഈ സോളിനെ വന്ന് മുട്ടുമ്പോഴത്തേന് അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് നടന്ന് തന്നെ കയറിയിട്ട് നമുക്ക് കുറച്ച് ലൂട്ട് ചെയ്യും. ലൂട്ട് തരുമ്പോൾ നമുക്ക് മേഡ് കൗണ്ട് കാണാൻ പറ്റും. മേഡിൽ മിഡിൽ പോർഷനായിട്ട് കൗണ്ട് കാണാൻ പറ്റും. 1 2 3 4 5 എന്ന് പറയുന്നത് മെയിൻ വൂൾഫാണ്. അപ്പോൾ ഈ 4 ചെറിയ വൂൾഫിനെ അതിൻ്റെ സോളിനെ അതിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടുന്ന് മെയിൻ വൂൾഫിൻ്റെ അടുത്ത് നമുക്ക് മറ്റേ നമുക്ക് ആ സ്ട്രെഞ്ചും കാര്യങ്ങളും എല്ലാം ലെവൽ 3 ഹെൽമെറ്റും കാര്യവും ബാക്കി എന്ത് റൂട്ട്സ് ആണോ അത് അവിടെ നിന്നെല്ലാം കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഗൈസ്, അങ്ങനെ നമ്മളിനി 4ാമത്തത് എത്തിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി മെയിനിലേക്ക് ഞാൻ പോയപ്പോൾ തന്നെ ഒരു ചെറിയൊരു ബോട്ടാണെന്ന് തോന്നുന്നു വന്നിട്ട് അതിൻ്റെ തീർത്തിട്ട് അവൻ പോയേക്കും. അങ്ങനെ നേരെ ചെല്ലുക, അതങ്ങ് ഓപ്പൺ ചെയ്യുക. സോ സിമ്പിൾ, അത്രേ ഉള്ളൂ. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവനാണ് ഭീകരൻ, അടിപൊളിയാണെന്ന് പറയാൻ സൗണ്ടും കൊള്ളായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് കുറച്ച് ലൂട്ട് കിട്ടും. ആ ലൂട്ടും ഫിനിഷ് ചെയ്ത് നമ്മൾ അടുത്ത എനിമി അറ്റാക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അതുമല്ലാതെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് എല്ലാം കമൻറ്റ് ചെയ്യാൻ, നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ട്യൂട്ടോറിയൽസ് ഒന്നും മിസ് ചെയ്യൽ, ചാനൽ കയറി കാണുക. അതുമല്ല, ഇപ്പം നിങ്ങൾ ഏറ്റവും ബിഗിനർ ആണെങ്കിൽ എങ്ങനെ ആണ് ഗെയിം ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ എല്ലാ തരം വീഡിയോസും നമുക്ക് അവൈലബിൾ ആണ്. സോ പുതിയൊരു ഗെയിം ന്യൂസും ഗെയിം അപ്ഡേറ്റുമായിട്ട് തിരിച്ചു വരുന്നതാണ്. സ്റ്റിൽ ദെൻ ബൈ.